ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടോ എന്ന് തോന്നിപ്പോയ ഒരു കൗൺസിലിംഗ് സ്റ്റോറി പറയാം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ കൗൺസിലിംഗ് ആയിട്ട് വിളിച്ചു. ആ ചേട്ടന്റെ കഥ പറഞ്ഞു. അദ്ദേഹം ലവ് മാരേജ് ആയിരുന്നു. അത്യാവശ്യം പഴയ ഒരു വീട്ടിലായിരുന്നു, വാടക വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുഞ്ഞ് പിറന്നു. കുഞ്ഞ് എഴയാൻ തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലായി, ഈ വീട്ടിൽ കുഞ്ഞെഴയുമ്പോൾ എന്തെങ്കിലും താഴെ കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വായി വെച്ചാലോ എന്നുള്ള പേടിയുണ്ടായി. ഒരു സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒന്നുകിൽ വീട് വെക്കാം അല്ലെങ്കിൽ വീട് മേടിക്കാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ബ്രോക്കേഴ്സിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരു 40 മുതൽ 50 ലക്ഷം രൂപ വിലയുള്ള ബഡ്ജറ്റാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ബ്രോക്കേഴ്സ് പൊതുവായിട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ 50 പറഞ്ഞാൽ അവർ 75 തൊട്ടേ കാണിച്ചു തുടങ്ങും. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർട്ടിയും വീടും കാണാൻ പോയതിനു ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ഒരു വീട് ഫൈനലൈസ് ചെയ്തു. ഒരു അഡ്വാൻസ് കൊടുത്തു. അപ്പൊ ഏകദേശം വീടെല്ലാം റെഡിയായി വന്നപ്പോൾ ഏകദേശം 75 ലക്ഷം രൂപ അടുപ്പിച്ച് എക്സ്പെൻസ് ആയി. അതുവരെ സുരുക്കൂട്ടി വെച്ചിരുന്ന കാശും പിന്നെ ബാക്കി അത്യാവശ്യം വലിയൊരു 50 ലക്ഷം രൂപ അടുപ്പിച്ച് ലോണും എടുത്തിട്ടാണ് വീട് വെച്ചത്. ഇന്ന കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ വരുമ്പോൾ ഈ മാസം EMI അടഞ്ഞു പോകും എന്നൊരു കണക്കുകൂട്ടലിലാണ് ആ മനുഷ്യൻ ആ കാര്യം ചെയ്തത്. നിർഭാഗ്യവശാൽ ആദ്യ മാസം മുതൽ ആ മനുഷ്യന്റെ കണക്കൂട്ടലിൽ പിഴച്ചു. ഏകദേശം 2 വർഷത്തോളം ആ മനുഷ്യൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം മറിച്ച് ഒരു EMI പോലും പെൻഡിങ് ഇല്ലാതെ അടച്ചോണ്ടേയിരുന്നു. 2 വർഷമായപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആ EMI അടയ്ക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന കടം ഒരു സൈഡിൽ പെരുകി പെരുകി വരികയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയധികം ആശിച്ചു വാങ്ങി ആ വീട്ടില് ഹൗസ് വാമിംഗ് ഡേ മാത്രമാണ് ആ മനുഷ്യൻ നന്നായി ഉറങ്ങിയത്. അതിനുശേഷം ഒരു ദിവസം പോലും ആ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താ? എല്ലാ മാസവും ഈ ലൈബിലിറ്റി ഓർക്കാൻ പറ്റി ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയായിട്ട് സംസാരിച്ചു, ഇങ്ങനെ എന്നെ പോലെയാണ് പ്രശ്നം, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട് വിൽക്കാം. വീട് വിറ്റിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന, നമുക്ക് EMI അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു വീട് തൽക്കാലത്തേക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു വാടക വീട്ടിലേക്ക് തൽക്കാലത്തേക്ക് മാറാം. കാരണം എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഭാര്യ എടുത്ത വായി പറഞ്ഞ, വീടൊന്നും വിൽക്കാൻ പറ്റത്തില്ല, വീടൊക്കെ വിറ്റാ നമ്മൾ മറ്റുള്ളവർക്ക് എന്തോ പറയും, ഇനി വീട് വിറ്റാ ഇതുപോലത്തെ വീട് മേടിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഭാര്യയുടെ മറുപടി. ഈ ഭാര്യയുടെ മറുപടി അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിച്ചു. എന്റെ ഉറക്കമില്ലായ്മ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന എന്റെ ഭാര്യ, എനിക്ക് ഉറക്കമില്ലെങ്കിലും കുഴപ്പമില്ല, വീട് വിൽക്കാൻ പറ്റില്ല എന്ന സ്റ്റാൻഡ്, ഈ വീട് വിറ്റാൽ ഇനി വീട് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്ത. ഞാൻ ചത്താലും കുഴപ്പമില്ല, വീട് വിൽക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ചേട്ടന്റെ എന്നോടുള്ള ചോദ്യം. നിങ്ങൾ പറ, ഞാൻ എന്ത് മറുപടിയാ ആ ചേട്ടനോട് പറയേണ്ടത്?